ബിസിനസ് തുടങ്ങണം. എന്ത് ബിസിനസ് തുടങ്ങും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാര് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് അവരുടെ എല്ലാ സമ്പാദ്യം മൊത്തം എടുത്തിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങോട്ടാ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നോ, എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നോ, എന്താ ചെയ്യാൻ പോകുന്നതെന്നോ, അതിന്റെ മാർക്കറ്റ് എന്താന്നുള്ളതിനെക്കുറിച്ചോ, അതിന്റെ മാർക്കറ്റിംഗ് അനലൈസ് എന്താണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് മേക്ക് എ വീഡിയോ അബൌട്ട് ദാറ്റ്. ഇപ്പം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആ ബിസിനസ് ആ കാറ്റഗറി നിങ്ങളുടെ അടുത്ത് പോസിബിൾ ആണോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു പെർഫ്യൂം ഷോപ്പാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂമുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പെർഫ്യൂംസിനെ നോട്ട് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്യണം. നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ക്ലോത്തിങ് ബ്രാൻഡ്സുമായിട്ട് സംബന്ധപ്പെട്ടുള്ള കളേഴ്സ്, മെറ്റീരിയൽസ് ആൻഡ് ദ മാർക്കറ്റ് ആൻഡ് എന്താണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി, എന്താണ് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ്, ആൻഡ് എന്താണ് ഞാൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോൾ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പാർട്ട് കണ്ടെത്തുക. അതായത് എവിടെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റീസ് ഉള്ളത്, അതായത് എൻ്റെ ഇൻട്രസ്റ്റും എൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതായിരിക്കണം നിങ്ങളുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ നല്ല ക്ലോത്ത്സ് വെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലോത്തിങ്ങിലോട്ടേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പെർഫ്യൂംസിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താണോ നിങ്ങളുടെ കാറ്റഗറി, ഇപ്പോൾ നിങ്ങൾ ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് ഒരു പ്രൊഫഷനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്തായിരിക്കണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഗ്രോത്ത് തരുന്ന ബിസിനസ് ആവണമെങ്കിൽ അത് നമ്മുടെ ഇൻട്രസ്റ്റഡ് കാറ്റഗറി തന്നെ ആയിരിക്കണം. സോ ഒരു ബിസിനസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.